മോദി ഞങ്ങളുടെ ചങ്കാണെന്ന് പറഞ്ഞ് ഹൃദയം കൊടുത്താണ് UAE പ്രസിഡന്റ് നഖ്യാൻ ഇന്നലെ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. അബുദാബിയിൽ മോദി ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്നൊരു ഒരു ഇറക്കം, അവിടെ ഒരു ചെറിയ സന്ദർശനം നടത്തിപ്പോയി. പക്ഷേ ചെറിയ സന്ദർശനം കൊണ്ട് വലിയ നേട്ടങ്ങളാണ് രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. ഇന്ത്യ വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് 30 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് UAE സൂക്ഷിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഫ്യൂവൽ സൂക്ഷിക്കുന്ന നമ്മുടെ സ്റ്റോറേജുകൾ ഭൂമിക്കടിയിൽ മംഗലാപുരത്ത്, വിശാഖപട്ടണത്ത്, പദൂറിലൊക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ ചാന്ദിഖോൽ ഒഡീഷയിലും പദൂറിലും എക്സ്ട്രാ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല. നേരത്തെ 5 മില്യൺ ബാരൽ എണ്ണ നമ്മൾ കോവിഡ് കാലം മുതൽ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത് 6 ഇരട്ടിയായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ UAE സംബന്ധിച്ച് ഇപ്പോൾ അവർ ഒപ്പക്കിൽ നിന്ന് മാറിയപ്പോൾ ഒപ്പക്കിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം 3.5 മില്യൺ ബാരൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളായിരുന്നു. ഒപ്പക്കിൽ നിന്ന് മാറിയപ്പോൾ അവർക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അത് സൂക്ഷിക്കാൻ സ്ഥലം വേണം. വലിയ മരുഭൂമിയിലൊക്കെ വലിയ ഭൂഗർഭ അറകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവാണ്. പക്ഷേ ഇന്ത്യയിലുണ്ട്, ഇവിടെ കൊണ്ട് സൂക്ഷിക്കുമ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്ക് വാടക, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ആവശ്യം വരുമ്പോൾ, ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഓടിക്കൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം സ്റ്റോക്കുണ്ട് ഒരു യുദ്ധം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി. അതിനുവേണ്ടി അത് ഇന്ത്യൻ സ്ട്രാറ്റജിക്കൽ പെട്രോളിയം റിസർവ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തന്നെയുണ്ട്. നമുക്കറിയില്ല, ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡിൻ്റെ ഭാഗമായിട്ട് അതീവ സുരക്ഷയിൽ ഭൂമിക്കടിയിലാണ് നമ്മൾ ഈ പെട്രോളിയം സൂക്ഷിക്കുന്നത്. അവിടേക്കാണ് 30 മില്യൺ ബാരൽ UAE ഇങ്ങോട്ട് തരാൻ പോകുന്നത്. UAE സംബന്ധിച്ച് UAEക്ക് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഇങ്ങോട്ട് മാറ്റിവെക്കാം, സൂക്ഷിക്കാൻ സ്ഥലമായി. നമുക്കൊരാവശ്യം വന്നാൽ ആദ്യം നമുക്കത് ഉപയോഗിക്കാം. ഫസ്റ്റ് റൈറ്റ് ഓഫ് ഫ്യൂവലാണ് നമുക്ക്. അത് ഒരാവശ്യം വന്നാൽ നമുക്കത് അങ്ങ് എടുത്തങ്ങ് ഉപയോഗിക്കാം. കോവിഡ് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് വലിയൊരു സമ്മാനമാണ് UAEയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി അവിടെ എത്തുന്നതിനെക്കുറിച്ച് അവിടുത്തെ ഒരു മന്ത്രി റീം അൽ ഹാഷിമി എന്ന് പറയുന്നൊരു വനിതാ മന്ത്രി പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവർ പറയുകയാണ്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ്. We are anticipating with great excitement the visit of Prime Minister Modi tomorrow on May 15th, 2026. He is a key figure of friendship, of long-standing partnership, and a true treasure, I would say, to the leadership and to the people of the UAE. അപ്പോൾ ഈ ലോക ക്രമത്തിൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റമുണ്ടായി. പാകിസ്ഥാൻ സൗദിയായിട്ട് അടുക്കുന്നു. അങ്ങനെയൊക്കെ വലിയ ശാക്തിക മാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യ UAEയുടെ തോളത്ത് ചേർന്ന് നിൽക്കുക. ഇന്ത്യ UAE ബന്ധം അതിശക്തമായി മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാനും UAE തയ്യാറാണ്. നമ്മളും തിരിച്ചങ്ങോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം വലിയ മാറ്റം ഇന്ത്യക്കുണ്ടാക്കും. 30 അല്ല, ശരിക്കും പറഞ്ഞാൽ 38 മില്യൺ ബാരലാണ് നമുക്ക് ഇന്ധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൂടാതെ LNGയും വരുന്നുണ്ട്, LPGയും വരുന്നുണ്ട്. ഈ സന്ദർശനം ഇന്ത്യ UAE ബന്ധത്തെ എങ്ങനെയാണ് സാർ കാണുന്നത്? ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു തീർക്കാം സുനിൽ. ഇത് പ്രധാനമന്ത്രി ഇന്നലെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സ്വീകരണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് UAE എൻ്റെ രണ്ടാമത്തെ വീട് പോലെയാണ്. അതെ, അവർക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു ലോക രാഷ്ട്ര തലവന്മാരുടെ അടുത്തൊന്നും ഇതുപോലുള്ളൊരു കോംപ്ലിമെൻ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. 8 തവണ പ്രധാനമന്ത്രി അവിടെ പോയിട്ടുണ്ട്. UAE പ്രസിഡന്റ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ വന്ന് സ്വീകരിച്ചു. സുനിൽ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അദ്ദേഹം കേവലം നരേന്ദ്രമോദിയായി 45 മിനിറ്റ് ചർച്ച നടത്താൻ വേണ്ടി അത്ര മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തന്നെ സുനിൽ വേറൊരു കാര്യം പറഞ്ഞു, ഇതൊരു അൺഷെഡ്യൂൾഡ് വിസിറ്റ് ആയിരുന്നു. ഈ അൺഷെഡ്യൂൾഡ് വിസിറ്റിന് തന്നെ അവർ ഇത്രമാത്രം നൽകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, അവിടെ ഈ നേരത്തെ ട്രംപ് വന്നപ്പോൾ ചെയ്തതുപോലെ അവരുടെ F-16 വിമാനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അകമ്പടി സേവിച്ചാണ് കൊണ്ടുവന്ന് ഇറക്കിയതും തിരിച്ചു വിട്ടതും. അതെ, ഓക്കെ. അപ്പോൾ ഇത് ഒരു സ്ട്രാറ്റജിക് റിലേഷൻ നമുക്ക് ആലോചിക്കാൻ കഴിയില്ലായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഇന്ത്യക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഇത്ര നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാരെ ആലോചിച്ചിട്ടില്ല. പല പ്രധാനമന്ത്രിമാരെ നമുക്കുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും വലിയ മതേതരം പറയുന്ന പ്രധാനമന്ത്രിമാരുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ ഇതുപോലെ UAE ജനതയുടെ അതല്ലെങ്കിൽ UAE രാജകുടുംബത്തിൻ്റെ ഹൃദയത്തിലേക്കും ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിഞ്ഞിട്ടില്ല.
അത് ഒരു വലിയ മാറ്റമാണ്. ഇതുപോലുള്ളൊരു സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഇന്ത്യയിൽ കൊണ്ടുവരിക, അവർക്ക് അവരുടെ അധികം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്റ്റോർ സൂക്ഷിക്കുക. ചെയ്യാൻ പറ്റാത്ത കാരണം ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഇന്ത്യയിൽ തന്നെ അത് റിഫൈൻ ചെയ്യാതെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് അല്ല, രാജ്യങ്ങളിലേക്ക് റിഫൈൻ എക്സ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുക, ഇവിടുന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഉം. ഇതൊരു ഇതിനെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ ഈ ഒരു കാര്യത്തിന് പ്രകീർത്തിച്ചുകൊണ്ട് എഴുതും. അവർ പറയും നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞിട്ടില്ല അത് അറിയാഞ്ഞിട്ടല്ല, അവർ അങ്ങനെ കൊടുക്കില്ല. മോദിക്ക് ഗുണമുണ്ടാവുന്ന മോദിയുടെ ഒരു നേട്ടം ജനങ്ങളോട് പറയണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ഈ ആയുഷ്മാൻ ഭാരത് എന്ന് അതെ. പറയുന്നത്. ഈ ആയുഷ്മാൻ ഭാരതത്തിനെ കുറിച്ച് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണമുണ്ട്, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അതുപോലെ തന്നെ ജർമ്മനി, പിന്നെ അതുപോലെ വേറെ 2-3 രാഷ്ട്രങ്ങളുടെ മൊത്തം ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത്രയും അതിൽ കൂടുതൽ ജനങ്ങൾക്ക് സൗജന്യ നിരക്കിൽ ആരോഗ്യ പരിപാലനം, അതുപോലെ ആശുപത്രികളിലെ സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഈ ആയുഷ്മാൻ ആയുഷ്മാൻ ഭാരത് ഭാരത്. അല്ലെങ്കിൽ മോഡി ഈ കെയർ. ആയുഷ്മാൻ ഭാരതിനെ കുറിച്ച് ഇന്നേ വരെ ഒരു പരാമർശവും നടത്താത്തത് കേരളത്തിലെ പത്രങ്ങൾ മാത്രമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രധാനമന്ത്രി ജന ഔഷധ് എന്ന് പറഞ്ഞൊരു സ്കീം വന്നു. അതിനെക്കുറിച്ച് അവർ മിണ്ടിയിട്ടില്ലല്ലോ. മറ്റേ സാധാരണ നമുക്ക് കിട്ടുന്ന മരുന്നുകളുടെ ഫാർമ സ്റ്റോർ ജനറിക് മെഡിസിൻ ആണ് നമുക്ക് കിട്ടുന്നത്, ബ്രാൻഡ് നെയിം ഇല്ലാതെ ഒറിജിനൽ പാരസെറ്റമോൾ എന്ന പേരിൽ തന്നെ കിട്ടും. പ്രധാനമന്ത്രിയുടെ ജന ഔഷധ് സ്കീമിൽ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി വിലയാണ്, എത്രയോ മടങ്ങ് വിലയാണ് സാധാരണ മെഡിക്കൽ ഷോപ്പുകാർ. അതില്ലെങ്കിൽ പിന്നെ വ്യാജം പ്രചരിപ്പിക്കും. കാരണം ജനൌഷധി കിട്ടുന്ന മരുന്നുകളുടെ നിലവാരം കുറവാണ് എന്നുള്ള വാർത്തകളൊക്കെ കൊടുക്കും. അതാണ് ഇതിൻ്റെ വാല്യൂ. ഇത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഇപ്പം 4 വർഷമായിട്ട് ഇന്ത്യയിലെ പെട്രോളിന് പെട്രോൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല, ഡീസൽ വിലയും വർദ്ധിപ്പിച്ചിട്ടില്ല. 4 വർഷമായിട്ട് എല്ലാ സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരും പറഞ്ഞത് ഇത് പെട്രോളിൻ്റെ വില വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പ്രധാനമന്ത്രി അതിന് എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വരട്ടെ, നമുക്ക് സമയത്തിന് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. ഈ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഓസ്റ്ററിറ്റി മെഷേഴ്സിന് ഇതെടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ആർ ജഗന്നാഥൻ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ മുൻ പത്രാധിപരാണ്. വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണ് അദ്ദേഹം എഴുതുകയുള്ളൂ. അദ്ദേഹം എഴുതുന്ന ഷാർപ്പായിട്ടാണ് എഴുതുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് 4 വർഷമായിട്ട് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തിൽ പെട്രോൾ വില വർധനവ് ഉണ്ടാവാത്ത ഏക രാജ്യം ഇന്ത്യയാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ. കൂടി തന്നെ വെറും 3%. അത് ഇന്ത്യക്ക് അത് വർദ്ധിപ്പിക്കേണ്ടി വരും. കാരണം വേറെ മാർഗമില്ല. ഇങ്ങനെ ജനങ്ങൾക്ക് ഫ്രീ ബീസ് അതല്ലെങ്കിൽ സൗജന്യം കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇന്ത്യയുടെ ട്രഷറിയിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഈ പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിലാണ് ഡീകോഡിഫൈങ് മോദീസ് മാജിക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അല്ല സാർ, ഒരു വലിയ തമാശ, ഒരു കണക്കുണ്ട് കേട്ടോ. ഡീസലിൻ്റെയും പെട്രോളിൻ്റെ മാത്രം എടുക്കാം. ഡീസലിന് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ ഹോർമൂസ് പ്രതിസന്ധി വന്നതിന് ശേഷം എത്ര ശതമാനം വില കൂട്ടി എന്നുള്ളതാണ്. മ്യാൻമർ 89.7%, മലേഷ്യ 56.3%, പാകിസ്ഥാൻ 54.9%, UAE 52.4%, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 44.5%, ഫിലിപ്പൈൻസ് 40.6%, ശ്രീലങ്ക 38.2%, നേപ്പാൾ 38.2%, സൗത്ത് ആഫ്രിക്ക 33.1%, കാനഡ 31.9%, ന്യൂസിലാൻഡ് 30.7%, തായ്ലൻഡ് 29.7%, ബെൽജിയം 25.3%, വിയറ്റ്നാം 23.8%, ചൈന 21.7%, ഫ്രാൻസ് 20.9%, യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ 19.2%, സൗത്ത് കൊറിയ 19.0%, ഓസ്ട്രേലിയ 18.5%, ബംഗ്ലാദേശ് 16.7%, ഇറ്റലി 15.4%, ജർമ്മനി 13.7%, സിംഗപ്പൂർ 12.7%, ജപ്പാൻ 9.7%, സൗദി അറേബ്യ കൂട്ടിയിട്ടില്ല. ഇന്ത്യ
3.2%. ലോകത്ത് വില കൂട്ടാത്ത ഏക രാജ്യം സൗദി അറേബ്യ, ഏറ്റവും കുറവ് വില കൂട്ടിയത് ഇന്ത്യ, 3.2%. അത് വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. ഈ രാജ്യങ്ങളിലെ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ 50%, 60% ഒക്കെ വില വർദ്ധിപ്പിച്ച രാജ്യങ്ങളുണ്ടല്ലോ, ഇവരിൽ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏരിയ വിസ്തീർണം കൊണ്ട് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ജനസംഖ്യ കൊണ്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഇന്ത്യയാണ്. വാഹനങ്ങളുടെ ഡെൻസിറ്റി എടുത്ത് നോക്കിയാൽ അതും കൂടുതൽ ഇന്ത്യയിലാണ്. എന്നിട്ടും ഈ പെട്രോളിൻ്റെ വില 4 വർഷമായിട്ട് കൂട്ടിയിട്ടുള്ള, ഇപ്പം സുനിൽ പറഞ്ഞ പോലെ 3% മാത്രമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. 1971 ശേഷം കുത്തനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉടനെ പെട്രോളിൻ്റെ വില കൊണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്, ഡീസലിൻ്റെ വില കൂട്ടുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പെട്രോൾ 1971 1 രൂപ 10 പൈസ പെട്രോളിന് ചാർജ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1 ലിറ്റർ പെട്രോളിന്. അതിനു മുമ്പ് 69 95 പൈസ 90 പൈസയൊക്കെയായിരുന്നു. അത് കാരണമുണ്ട് ഓർത്തിരിക്കാനായിട്ട്. നമ്മുടെ മറിയക്കുട്ടി കൊലക്കേസല്ലേ, ഫാദർ ബെനഡിക്റ്റ് ഓണക്കുളം, അയാൾ മറിയക്കുട്ടീനെ കൊന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു റാന്നിയിൽ നിന്ന്. അപ്പോൾ ഒരു ടാക്സിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ടാക്സിക്കാരൻ വന്നു, അച്ചോ പെട്രോൾ ഇല്ല കാറിനകത്ത്, പെട്രോൾ അടിക്കണം. അപ്പോൾ എത്ര രൂപ അടിക്കണ്ട, എത്ര ലിറ്റർ വേണം, 10 ലിറ്റർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പെട്രോൾ അടിച്ചു, ഞാൻ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്രോൾ അടിച്ചു. അപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ 9 രൂപ 50 പൈസ, അല്ല 90 രൂപ, 10 ലിറ്റർ പെട്രോളിന് 9 രൂപ. അയാൾ 10 റുപ്യ കൊടുത്തു. 10 റുപ്യ കൊടുത്തിട്ട് 1 രൂപ ബാക്കി കൊടുക്കണം ഈ പെട്രോൾ പമ്പുകാരൻ. അയാളുടെ 1 റുപ്യ ബാക്കിയില്ല. അപ്പോൾ അച്ഛൻ എങ്ങനെയെങ്കിലും മറ്റേ രക്ഷപ്പെടണം, അവിടെ നിൽക്കാൻ പറ്റൂല. അച്ഛൻ പറഞ്ഞു നീ 1 രൂപ വെച്ച ബാക്കി ബാബാ വണ്ടി വിടുന്ന് പറഞ്ഞു. ആ പെട്രോൾ അടിച്ചു കൊടുത്തവനാണ് അച്ഛനെ പിന്നെ കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഇയാൾ തന്നെയാണ് അന്ന് വന്ന ആ സ്വാമി, എനിക്ക് 1 രൂപ തന്നിട്ട് പോയി. അന്നത്തെ 1 രൂപയാണ് വലിയ വിലയല്ലേ അന്ന്, 10 പൈസ 5 പൈസയായിട്ട് ചായക്ക് വിലയുള്ളൂ അന്ന്. അപ്പോൾ അത് ഞാൻ ഓർക്കുന്നുണ്ട്, പെട്രോളിന് അന്ന് 90 പൈസ വിലയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ത്യയും UAEയും തമ്മിലുള്ള ഈ ബന്ധം ഇങ്ങനെ ഓരോ നിമിഷവും ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ മോദിയെ കണ്ടുകൂടാത്ത കുറേ ആളുകളുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. അവരത് കാണണം. നിങ്ങളുടെ ഇസ്ലാമിൻ്റെ കളിത്തൊട്ടിലായ രാജ്യങ്ങൾ സൗദി അറേബ്യ ആവട്ടെ UAE ആവട്ടെ മോദിയെ ഇങ്ങനെ വാരിപ്പുണരുകയാണ്. ഇതെന്തായിരിക്കും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇവര് അവിടെ പോയിട്ട് മുസ്ലിംസ് ആയിട്ട് പോവുമല്ലോ, അവിടുത്തെ മുസ്ലിംസ് ഇവരെ മുസ്ലിംസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. മതം മാറി. ഇവര് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കൂടി ഷാർജയിലുള്ള ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, നിങ്ങൾക്ക് എന്തറിയാം ഇവിടെ ഇന്ത്യൻ മുസ്ലിംസിന് യാതൊരു വിലയില്ല, ഇവിടെ ഇവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ട് കൂടിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരിപ്പോ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കണമല്ലോ, അതാണ് ഇന്ത്യൻ മുസ്ലിംസിന്റെയും കേരള മുസ്ലിംസിന്റെയും പ്രത്യേകത. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ അഭിമാനകരമായ ആവേശം നൽകുന്ന മുഹൂർത്തമാണ്, വാർത്തയാണ് ഇന്നലെ പ്രധാനമന്ത്രി UAEയിൽ അബുദാബിയിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്കും കുമാർ സാറിനും വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ചാനൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ മറക്കാതിരിക്കുക.